ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടുമായിട്ടാണ്. പലർക്കും അറിയാം, നമ്മുടെ ഞാവൽ ആണ്, ജാമുൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു കാലത്ത് വളരെ സുപരിചിതമായിരുന്ന ഈ ഫ്രൂട്ട് ഇപ്പോൾ ശരിക്കും സൂപ്പർ മാർക്കറ്റിലേക്ക് മേടിക്കാൻ കിട്ടുള്ളൂ. ഇത് ആക്ച്വലി ഞാൻ 2 ദിവസം മുമ്പ് പാലക്കാട് വർക്കിന് പോകുമ്പോൾ പാലക്കാട് ഈ തമിഴ്നാട് ഭാഗത്തുനിന്ന് കുറേ വരുന്നപ്പോൾ വഴിയോരത്ത് കുറേ പേര് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ കിലോ 200 രൂപയ്ക്ക് താഴെയുള്ളൂ. പക്ഷെ നമ്മൾ ലുലു മോളിലൊക്കെ പോകുകയാണെങ്കിൽ 450 രൂപയ്ക്ക് കിലോയ്ക്ക് വിലയുള്ളതിന്. എന്തായാലും അവിടുന്ന് കുറേ വാങ്ങിയിട്ട് കുറച്ച് നല്ലതെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. കേട്ടോ, എന്നെ സംബന്ധിച്ച് ശരിക്കും നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് ഈ ഞാവൽ എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലൊരു ഞാവൽ മരം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അന്ന് ഒരുപാട് ഞാവൽപ്പഴം ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഞാവൽപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി ജ്യൂസാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട് ഷോട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഫ്രൂട്ട് ബേയിലൊക്കെ കിട്ടുന്ന ഫ്രൂട്ട് ഷോട്ട് ഉണ്ടല്ലോ, ഒരു ഷോട്ടാണ് ഈ ഞാവൽപ്പഴം കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും ഞാവലിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഹൃദയത്തിൻ്റെ, ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ വളരെ നല്ലതാണ്. സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ ശ്വസനപഥത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഞാവൽ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഞാവൽ കൊണ്ടുള്ള ഫ്രൂട്ട് ഷോട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ കുരു ഒന്ന് കളയണം കേട്ടോ. ശരിക്കും വലിയ ഫ്രൂട്ട്സാണ് കേട്ടോ. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ് സ്പെഷ്യലായിട്ട് മേടിച്ചതാണ് വീഡിയോ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ, വലിയ ഫ്രൂട്ട്സാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം, അരിഞ്ഞെടുക്കണം. ഇങ്ങനെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ, പറയാൻ മറന്നുപോയി. കണ്ടപ്പോൾ ശരിക്കും കഴിക്കാൻ തോന്നും കേട്ടോ. ഏത് ഫ്രൂട്ടും നമ്മൾ എന്തുണ്ടാക്കി കഴിക്കുന്നതൊക്കെ നല്ലത് നേരിട്ട് കടിച്ച് കഴിക്കുക തന്നെ കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു രസമാണ്, ഇങ്ങനെ ഷോർട്ടായിട്ടും അല്ലെങ്കിൽ ജ്യൂസായിട്ടൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ഞാവലിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കുറച്ച് സമയം ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഷോർട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഡീപ്പ് ഫ്രീസ് ചെയ്യാൻ പറ്റുക നല്ലത് കേട്ടോ. ഒന്ന് തണുത്തിട്ടുണ്ട്, ബട്ട് നല്ല ശരിക്കും ഫ്രീസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ഇത്രയും വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാം. അത് ഞാനൊരു മിക്സിയുടെ ജാർ എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാവലത്തിന് ഇട്ട് കൊടുത്തു. കുറേ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രീസായി, കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ചേർക്കുക. എനിക്കിട്ട് ഞാവൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്. നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണ്ടേ. നാരങ്ങയുടെ ആ പുളി ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ അതിന്. ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ കളറ് കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് ഐസ് വാട്ടർ, ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഐസ് വാട്ടറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര തിക്കായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ജാമുൻ ഷോട്ട്സ് ഒരു ജാറിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, റെഡിയാണ്. ഞാൻ സാധാരണ എപ്പോഴും 4 ഗ്ലാസ്സിന് ഞങ്ങൾ ഉണ്ടാക്കാറില്ല. ഇപ്രാവശ്യം 3 ഗ്ലാസ്സിന് ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം മൂത്ത മോന് സ്ഥലത്തില്ല കേട്ടോ. ഇനി ചെറിയൊരു ഗാർണിഷിങ് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നാരങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സൈഡിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ ഞാൻ വച്ചിരിക്കുന്നത് പഞ്ചസാര കേട്ടോ. ഷുഗറിലൊന്ന് മുക്കിയെടുക്കുക, കോട്ട് ചെയ്തെടുക്കുക. പഞ്ചസാര ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ. ചെറിയൊരു ഗാർണിഷിങ് പരിപാടി കേട്ടോ അത്. നിങ്ങൾക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ മധുരവും ഉപ്പും കൂടെ ചേർത്ത് കഴിക്കാൻ കുറച്ച് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉപ്പിൻ്റെ പൊടിയിൽ മുക്കിയെടുത്താൽ മതി കേട്ടോ. യെസ്, നമ്മൾ ഒഴിക്കാൻ പോകണം നന്നായിട്ട്. യെസ്, നമ്മുടെ ജാമുൻ ഷോട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ.
പഞ്ചസാരയുടെ തരികളും സൂപ്പർബ് കേട്ടോ. ഈ ഞാവൽ അത്രയും കോമൺ ആയിട്ട് നമുക്ക് കിട്ടില്ല, സാധാരണ മഴ സമയത്താണ് കിട്ടാറുള്ളത്. കിട്ടിയാലും ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും ട്രൈ ചെയ്യും. അപ്പോൾ ഈ ഒരു ജാമുൻ ഷോട്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.